Hello friends, welcome to SAT, St. Augustine Tuition Center, Madathumbadi and Puthumbelkira. Please subscribe to our YouTube channel for new updated videos and also visit staugustinetuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് Chapter 1 Arithmetic Sequence Previous Year Questions Part 4. Part 4 ൽ question number 7. SAE examination 2012 ൽ ചോദിച്ച question ആണ്. In an arithmetic sequence, first term is 5. And square of 7th term is 529. Find the common difference of this sequence. Find the sum of its first 7 terms. എന്താണ് ഈ പറയുന്നത്? In arithmetic sequence, first term is 5. ആദ്യത്തെ പദം f first term is equal to എന്താണ് 5. Okay. And square of 7th term ഏഴാമത്തെ പദം 7th term. Okay. അതിന്റെ സ്ക്വയർ ആണ്. അതായത് ഏഴാമത്തെ പദം ഇൻറ്റു ഏഴാമത്തെ പദം സ്ക്വയർ. അത് എത്ര തന്നിരിക്കുന്നത് നമുക്ക്? അത് 529 ഈക്വൽ ടു 529. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്. ഈ ശ്രേണിയുടെ എന്ത് കണ്ടുപിടിക്കണം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ സം ഓഫ് ഇറ്റ്സ് ഫസ്റ്റ് 7 ടേംസ്. യെസ് 7 സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ? ഓക്കെ. സോ ഫസ്റ്റ് ടേം എന്താണ്? 5. ദെൻ 7th ടേമിൻ്റെ സ്ക്വയർ 7th ടേം ഇൻറ്റു 7th ടേം എത്രയാണ്? 529. ഓക്കെ. അപ്പോൾ വെരി സിമ്പിൾ ആണിത്. അപ്പോൾ 7th ടേം എന്തായിരിക്കും? x7. 7th ടേമിൻ്റെ സ്ക്വയർ ആണല്ലോ 529. അപ്പോൾ 7th ടേം ഇസ് ഈക്വൽ ടു റൂട്ട് 529. 529. That is equal to 23. Clear? Okay. So 7th term is 23. And we know that 7th term എന്ന് പറഞ്ഞാൽ എന്താ? First term plus 6d. ഇതെങ്ങനെ 6d വന്നാ? നമ്മുടെ ഇക്വേഷൻ xn is equal to എന്താണ്? First term plus n minus 1 into d. ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 7 എന്ന് കൊടുക്കുമ്പോൾ 7 മൈനസ് 1 കണ്ടോ 6 വരും. സോ f പ്ലസ് 60. ഈ 7th ടേം എന്ന് പറഞ്ഞാൽ f പ്ലസ് 60 ആണ്. ദാറ്റ് ഈസ് 23. f നമുക്കറിയാം. f എത്രയാണ്? 5. ദാറ്റ് ഈസ് 5 പ്ലസ് 6d. 6d is equal to 23. Clear? Okay. From this equation, 6d is equal to 23 minus 5. Okay, that is equal to 18. 6d and 18. Therefore, d is equal to എന്തായിരിക്കും? 6 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. മൾട്ടിപ്ലൈ ചെയ്ത സംഖ്യ സമത്തിനപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും, ഹരണമാവും. 18/6. That is 3. Clear? Okay. നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ടേം 5. അപ്പോൾ ഏഴാമത്തെ ടേം 5 പ്ലസ് 60. 7th ടേമിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 529. അപ്പം റൂട്ട് കാണുമ്പോൾ 23 കിട്ടി. അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ 23 മൈനസ് 5 ദാറ്റ് ഇസ് 18. ഡി സമം 18/6 3. ഓക്കെ. ഈ നമ്മൾ ചോദിച്ചേക്കണത് എന്താ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ്. ആദ്യത്തെ 7 പദങ്ങളുടെ എന്ത് കണ്ടുപിടിക്കണം? സം കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ കോമൺ ഡിഫറൻസ് 3. അവർ ഡി is equal to 3 and our first term is equal to 5. So ആദ്യത്തെ 7 പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? സോ n is equal to എന്താണ്? 7. ദെൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്താണ്? നമ്മുടെ ഫോർമുല Sn കാണാനുള്ള ഫോർമുല Sn is equal to n/2 into 2x1 അല്ലെങ്കിൽ 2x plus n minus 1 into d. Clear? And now the first term x is equal to 5. x എന്ന് പറയാം, f എന്ന് പറയാം. ഫസ്റ്റ് ടേം ചിലർ a എന്നും പറയാറുണ്ട്. ഓക്കെ. the common difference നമ്മൾ കണ്ടുപിടിച്ചു and it is equal to 3. okay. then put all this value. S7 ആദ്യത്തെ 7 പദങ്ങളുടെ തുക n is equal to 7. So this is equal to 7
by 2 into 2 into what is x? X is equal to 5. 5 plus n minus 1, that is 7 minus 1. 7 minus 1 into d. What is d? 3. Clear? This is equal to 7 by 2 into 2 into 5 plus 7 minus 1 6. 6 into 3. Clear? Okay. This is equal to നമുക്ക് ഈ 2 ഇവിടെ വെട്ടിക്കളയാം. ഈ 2ഉം ഈ 6ഉം വെട്ടുമ്പോൾ ഇവിടെ നമുക്ക് 3 കിട്ടും. അല്ലെങ്കിൽ ഗുണിച്ചതിന് ശേഷം കൂട്ടിയിട്ട് ലാസ്റ്റ് ഹരിച്ചാലും മതി. So the answer is 7 into 5 plus 3 into 3 9. That is 7 into 14. So the final answer is what? 98. Clear? Okay, 98 ആണ് ആൻസർ. So sum of the first 7 terms, just put the values. f ന് പകരം 5 കൊടുക്കുക, n ന് പകരം 7 കൊടുക്കുക, n minus 1 എന്ന് പറയുമ്പോൾ 7 minus 1 into 3. So 10 കിട്ടും. 10 plus 18 28 ഡിവൈഡ് ചെയ്യുമ്പോൾ 14 അങ്ങനെയും ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 8 സേ 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 2 4 6 up to n 2n. Second question, 5 square into 5 raised to 4 into 5 raised to 6 into x raised to 5 raised to 20n. 2n is equal to 0.04 raised to minus 28. This is minus 28. Find n. അങ്ങനെയാണെങ്കിൽ n ന്റെ വില കണ്ടെത്തണം. Okay? Clear? First question എടുക്കാം. Find the sum of the first n terms of the arithmetic sequence. First n terms of arithmetic sequence ന്റെ sum കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് sum കണ്ടുപിടിക്കാം. Sn is equal to n by 2 into 2f first term plus n minus 1 into t. Okay. And n ന് വില കൊടുക്കാതെ ചെയ്യണം. n by 2 into 2 into what is f? Here f is 2. 2 plus n ന് വില കൊടുക്കണ്ട minus 1 into d. What is d? ഈ 4 ന് 2 കുറയ്ക്കുക. That is 2. Okay? Is equal to n by 2 into 2 into 2 4 plus 4 into 2 that is 8 minus 2 into 1 എത്രയാണ് 2. Okay? So what happened is 8 minus 2 is equal to 6. This is 6. 6 plus 4 10. 10 by 2 5. Okay? Ready? 1 2 3 start. Next question, question number 8. Say 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 2 4 6 2n. 2 4 6 മുതൽ 2n വരെയുള്ള സമാന്തര ശ്രേണിയുടെ തുക കാണുക. അതിന്റെ തുക കാണാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എന്താണ് n ടേംസ് തുക കാണാനുള്ള ബീജഗണിത വാചകം ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് കാണാം. അടുത്തത് 5 സ്ക്വയർ 5 raised to 4 5 raised to 6 അങ്ങനെ തുടങ്ങി 5 raised to 2n വരെയുള്ള അതിന്റെ ഉത്തരം 0.04 whole raised to minus 28 ആണ് എങ്കിൽ n കണ്ടുപിടിക്കുക. This is equal to minus 28. Minus 28. Okay. Okay. First question നമുക്ക് ചെയ്യാം. Find the sum of first n terms of the arithmetic sequence. ഇവിടുന്ന് എന്തെല്ലാം ഡാറ്റാസ് നമുക്ക് കിട്ടും? ഫസ്റ്റ് എ കിട്ടും, ഫസ്റ്റ് ടൈം കിട്ടും. ഫസ്റ്റ് ടൈം ഈക്വൽ ടു 2. ക്ലിയർ? ഫസ്റ്റ് ടൈം 2. ആൻഡ് ദ ലാസ്റ്റ് ടൈം xn ഈക്വൽ ടു 2n. ഇത് രണ്ടും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ സം കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. Sn is equal to
n by 2 into first term plus last term. Okay, so using this formula, first term plus last term, we can find the formula. We can find the answer. So here n by 2, first term, last term. First term is equal to 2, put 2. Last term is equal to 2n, put 2n. So what happened? N into 2, that is 2n plus n into 2n, 2n square divided by 2. What happened is 2 പുറത്തേക്ക് എടുക്കണം. 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ n ഉണ്ട്. n പ്ലസ് ഇവിടെ n സ്ക്വയർ ഉണ്ട്. n square whole divided by 2. What happened is these two get cancelled. The final answer is n plus n square. Okay, this is our answer, n plus n square. Okay, second question is 5 square into 5 raised to 4 into 5 raised to 6 raised to 5 raised to 2n. അതിൻ്റെ n ന്റെ വില കണ്ടുപിടിക്കണം. നോക്കൂ, ഇവിടെ മൈനസ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ എടുത്തെഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ബേസ് സെയിം ആണെങ്കിൽ എല്ലാത്തിൻ്റെ താഴെ 5 ആണ്, ഈ മുകളിലത്തെ സംഖ്യകൾ നമുക്ക് കൂട്ടാം. അപ്പോൾ ഇവിടെ മുകളിലത്തെ സംഖ്യകൾ മാത്രം ഇങ്ങനെ കൂട്ടി എഴുതി. ക്ലിയർ? ഇനി മൈനസ് 0.04 എന്ന് പറഞ്ഞാൽ 1/25 ആണ്. ഓക്കെ, അതെങ്ങനെ കിട്ടും സാർ? ഇറ്റ്സ് വെരി സിമ്പിൾ ആണത്. നമ്മൾ ഈ 0.04 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് 4/100 ആണ്. ഓക്കെ, 4/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെട്ടിഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 1/25. നമ്മളെന്താ 25 ടൈംസിലേക്ക് ആക്കണം? നമുക്ക് ഈ 5ന്റെ ടൈംസിലേക്ക് ആക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 0.04 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/25 ഹോൾ റേസ് ടു -28. ഈ മുകളിലത്തെ 2, 4, 6, 2 എന്നൊക്കെ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, കാരണം ഇപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 5 raised to 4 ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കാണേണ്ടത് ഇതാണ്. 5 raised to 2 plus 4, that is 5 raised to 6 ആണ് ആൻസർ. ഓക്കെ, സോ 5 ഇൻറ്റു നമ്മളിവിടെ ഈ 2, 4 plus 6 raised to n, അതിൽ നിന്ന് 2 പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ 1 ബാക്കി വരും. 4ൽ നിന്ന് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 ബാക്കി വരും. 6ൽ നിന്ന് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3 ബാക്കി വരും. 2n നിന്ന് 2 പുറത്തെടുത്താൽ n ബാക്കി വരും. ഇനി 25നെ നമ്മൾ 5 സ്ക്വയർ ആക്കി. ഓക്കെ, ഈ ഒരു സംഭവം കണ്ടോ, ഇതിനകത്തു നിന്നും 2 പുറത്തെടുത്തു, ഇപ്പോൾ 1 ബാക്കി വന്നു. ഈ 4ൽ നിന്ന് 2 എടുത്തു, 2 ബാക്കി വന്നു. 6ൽ നിന്ന് 2 എടുത്തു, അപ്പോൾ 3 ബാക്കി വന്നു. 2n നിന്ന് 2 എടുത്തു, ബാക്കി n ബാക്കി വന്നു. അപ്പോൾ ആ പുറത്താണ് ആ 2 കിടക്കുന്നത്. കണ്ടോ, 5 into 2. അപ്പോൾ 25നെ നമ്മൾ 5 സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 1 + 2 + 3 + etc + n. ഇനി അത് അറിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. Sn is equal to എണ്ണൽ സംഖ്യയിലാണ്. അപ്പോൾ ഫസ്റ്റ് n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം എന്താണ് ഇവിടെ 1 പ്ലസ് ലാസ്റ്റ് ടൈം എന്താണ് ഹിയർ ലാസ്റ്റ് ടൈം ഈസ് n. So the final answer is n into എന്താണ് n plus 1/2. ക്ലിയർ? ആ n ഇതാണ് എന്ത് ഇത്രയും ആളുകളുടെ തുക എന്ന് പറയുന്നത് ഈ ഫോർമുലയാണ്. അതിൻ്റെ കൂടെ പുറത്ത് എന്തുകൂടി കിടപ്പുണ്ട്? ഒരു 5 into 2 കൂടി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 5 into 2 അവിടെ എഴുതി. കിട്ടിയോ? 2. ബാക്കി ഈ n into n plus 1/2 എന്ന് പറയുന്നത് ഈ 1 + 2 + 3 + etc + n-ന്റെ തുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇങ്ങോട്ട് വരാം. 1/5 സ്ക്വയർ എന്ന് പറയുന്നത് 1/5 സ്ക്വയർ. ഇതിനെ നമുക്ക് ഈ 1/ അല്ലാതെ എഴുതുമ്പോൾ ഒരു മൈനസ് ഇട്ടിട്ടാണ് എഴുതുക. ഓക്കെ, ഈ 5 സ്ക്വയർ മുകളിലേക്ക് വരുമ്പോൾ, എന്നിട്ട് അതിൻ്റെ മീതെയാണ് എന്ത് കിടക്കുന്നത്? -28 വരും. അങ്ങനെ വന്നാൽ നമ്മൾ ഇത് രണ്ടും കൂടി ഗുണിക്കണം.
ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 raised to minus 2 into minus 28. Clear? So what happened is 5 ഇവിടെ ഉണ്ട്, n into n plus 1 is equal to 5 raised to 56 minus 2 minus 28 കൊണ്ട് ഗുണിച്ചു. That is n into n plus 1 is equal to 56. കാരണം രണ്ടുപേരുടെയും 5 ആണ്. ക്ലിയർ? രണ്ടുപേരുടെയും ഇപ്പുറത്തും 5 ഉണ്ട്, ഇപ്പുറത്തും 5 ഉണ്ട്. മുകളിൽ n into n plus 1, ഇവിടെ 56. എൻ്റെ അർത്ഥം എന്താ? n into n plus 1 is equal to 56. That is n is equal to എന്താണ്? 7. അതെങ്ങനെ കിട്ടും സാർ? നോക്കൂ, n into n plus 1 is equal to 56. അതായത് ഒരു സംഖ്യ ആ സംഖ്യയോട് ഒന്ന് കൂട്ടുന്നതും ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 56 കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്താണ് ചെയ്യേണ്ടത്. ബട്ട് നമുക്ക് ഫാക്ടറൈസേഷൻ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ട് ആ മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 56ന്റെ ഫാക്ടറീസ് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം 56 7 8 7 into 8 56. സോ n plus 1 is 8. n എന്താണ്? 7. So the answer is 7. Clear? Okay. Otherwise you can use b square minus 4ac in your chapter 4. Using that formula you can find the answer of n directly. Okay. അപ്പോൾ അത് കിട്ടി, n കിട്ടി. Next question number 9, model 2013 ചോദിച്ചാണ്. Write down an arithmetic sequence with the common difference 6. What is the nth term of the sequence? ഈ ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. You can buy the whole questions from first 4 chapters as e-book. 113 ക്വസ്റ്റ്യൻസ് ഉണ്ട് 2012 മുതൽ 2016 ലേറ്റസ്റ്റ് മോഡൽ മാർച്ച് സി എക്സാമിനേഷൻ വരെയുള്ളത്. അതിൻ്റെ ലിങ്ക് താഴെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ആമസോണിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. ബുക്ക് പ്രൈസ് 134 രൂപയാണ്. ഓക്കെ, താങ്ക് യു. Please subscribe to our YouTube channel for new updated videos. Thank you once again.